ഉൾപേരിയ കമ്മ്യൂണിറ്റി സാംഗ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ തൊളയതോല് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് സെലിബ്രേഷൻ കണ്ടാലോ? ഇവിടെ ഏത് കാര്യവും സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സ്പാനിഷുകാരെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളൂ. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയായിട്ടുള്ള ഒരു പാർക്കാണിത്. അതുകൊണ്ട് തന്നെ ബസ് പിടിക്കേണ്ടി വന്നില്ല, വേഗത്തിൽ നടന്ന് ഇവിടേക്ക് എത്താൻ പറ്റും. നമ്മൾ ഈ കവാടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മെഡിയവാൽ ഫീസ്റ്റിന്റെ മാതിരി തോന്നിക്കും, എങ്കിലും ഇത് മറ്റൊരു ഫീസ്റ്റ് ആണ്. ചിക്കൻ, മട്ടൺ, ബീഫ്, താറാവ് എന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. സ്പാനിഷുകാർ പിന്നെ ആഘോഷത്തിന്റെ കാര്യത്തിൽ ഒട്ടും പറയില്ലല്ലോ. ഇതിലെ പണ്ടത്തെ കൾച്ചർ ആൻഡ് ട്രഡീഷന്റെ ഭാഗമായിട്ട് സ്പാനിഷുകാർ കൊണ്ടുവന്ന ഒരു ഫീസ്റ്റ് ആണ് കേട്ടോ മെഡിയവാൽ ഫീസ്റ്റ്. ഫ്രഞ്ചുകാരാണെന്നാണ് പറയുന്നത്, പക്ഷെ സ്പാനിഷുകാർ സമ്മതിച്ചു കൊടുക്കൂല. സ്പാനിഷുകാർ കൊണ്ടുവന്നതാണെന്നാണ് ഇവരും പറയുന്നത്. ഇതുപോലെ വേഷവിധാനങ്ങളൊക്കെ ധരിച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനായിട്ട് ആൾക്കാർ വരും. ആടിന്റെ സൗണ്ടും പട്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്ന കാണികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ദിവാൽ ഫീസ്റ്റ് പോലെ തന്നെ തോന്നിക്കുമെങ്കിലും ഫീസ്റ്റ് അതല്ല, ഫീസ്റ്റ് വേറെയാണ്. നമ്മൾ കുറച്ച് നടന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കുറെ അധികം ഫുഡുകൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ നിരത്തി പിടിച്ചിട്ടുണ്ട്. പച്ചക്കറിയായിട്ടും മാംസങ്ങളായിട്ടും പഴവർഗ്ഗങ്ങളായിട്ടും എന്തിനു പറയണം, മദ്യവും വീഞ്ഞും ഒക്കെ ഇവിടെ കിട്ടും. എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് നോക്കിയതാണ്. എല്ലാം വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങൾ മാത്രമേ ഉള്ളൂ, വെറൈറ്റി ആയിട്ടുള്ളതൊന്നും കണ്ടില്ല. ഇതുപോലുള്ള ആഘോഷങ്ങൾ ഇവിടെ പതിവ് കാഴ്ച തന്നെയാണ്. സ്പെയിനിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഏവർക്കും ഇതൊക്കെ ഭയങ്കര അത്ഭുതകരമായിട്ട് തോന്നുമെങ്കിലും ഇവിടെ താമസിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ഒരു സത്യം, ഇതൊക്കെ ഇവിടുത്തെ ലൈഫിന്റെ ഭാഗമാണെന്ന്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും മാറ്റി നിർത്താത്ത സ്പെയിന്റെ ഒരു കൾച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കൾച്ചറാണ്. മുതിർന്നവരായാലും കൗമാരപ്രായക്കാരായാലും കുഞ്ഞു കുട്ടികളായാലും ഇവരാരെയും മാറ്റി നിർത്താത്ത രീതിയിൽ ഓരോരോ മാസങ്ങളിൽ വരാൻ പോകുന്ന ആഘോഷങ്ങളെ ലിസ്റ്റ് ചെയ്യുന്നു. പുതിയൊരു വർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആഘോഷങ്ങളുടെ ലിസ്റ്റ് ചെയ്ത സംഭവം നമ്മുടെ കൈകളിലെത്തും. ഇങ്ങനെയൊക്കെയാണ് സ്പെയിനിൽ എല്ലാ വർഷവും നടന്നു പോകുന്നത്. എന്താ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ ഇത്തരം ആഘോഷങ്ങൾ?